ഏത് ചെകുത്താൻ നിന്നാലും പിണറായിക്കെതിരെയാണെങ്കിൽ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞ PV അൻവർ അങ്ങനെ കണ്ട ചെകുത്താന്മാരെ ഒന്നും നിർത്താൻ പറ്റില്ല, അതിനല്ല ഞാൻ രാജിവെച്ചത് എന്നുള്ള നിലപാടിലേക്ക് മാറിയിരിക്കുകയാണ്. കോൺഗ്രസും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അല്ല, UDF പിന്നെ കിട്ടുന്ന അവസരം ഇപ്പോൾ പാഴാക്കുന്നതായിട്ടുള്ള ലക്ഷണമാണ് കാണിക്കുന്നത്. അത് PV അൻവർ രാജിവെച്ചത് കൊണ്ടല്ലേ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. PV അൻവറിനെ UDFിലേക്ക് ചേർക്കുന്ന കാര്യവും ഒക്കെ ഏതാണ്ട് ഒരു ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ അൻവർ പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എന്താ അവർക്ക് പ്രശ്നം? ഇപ്പം ജോയിയുടെ പേരും ഷൗക്കത്തിൻ്റെ പേരുമാണ് തുടക്കം മുതൽ പറയുന്നത്. രണ്ടുപേരും മണ്ഡലത്തിൽ സുസമ്മതരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ആ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആര്യാടൻ മുഹമ്മദിൻ്റെ ആ ഒരു പാരമ്പര്യം നിലനിർത്തി അത്തരത്തിലൊരു ബന്ധം മണ്ഡലത്തിനകത്തുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ പിന്നെ ഒരു സാംസ്കാരിക പ്രവർത്തകൻ കൂടിയാണ്. അങ്ങനെ അദ്ദേഹത്തിന് വോട്ട് കിട്ടും. ആര് നിന്നാലും UDFിന് അനുകൂലമായിട്ട് മാറ്റാൻ കഴിയും. ഒരു 80 കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ആര്യാടനാണ്. ആര്യാടന്റെ മണ്ഡലമാണ് നിലമ്പൂർ. അൻവർ പിന്നെ ഇടയ്ക്ക് മറ്റാരോ കയറി വന്നത് 2016 അൻവർ CPMന്റെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത്. ഈ നിലമ്പൂർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ആരും ആര്യാടന്റെ പേരെ പറയത്തുള്ളൂ. അങ്ങനെയാണ്. ആര്യാടൻ അദ്ദേഹം ഒരു മതേതര സ്വഭാവമുള്ള ആളായിരുന്നു. ലീഗുമായിട്ടൊക്കെ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു പലപ്പോഴും. കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയാകാൻ തന്നെ യോഗ്യനായിരുന്നു ആര്യാടൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാരമ്പര്യം വെച്ചാണ് ഷൗക്കത്ത് അവകാശപ്പെടുന്നത്. ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ വിട്ടെങ്ങും പോകാൻ താല്പര്യപ്പെടുന്നില്ല. മറ്റു പലതും UDF പറഞ്ഞൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഷൗക്കത്തിന് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഷൗക്കത്ത് എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് സാഹസികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമോ എന്ന് UDF ഭയക്കുന്നുണ്ട്. ഇതിപ്പം കരയിലും അല്ല വെള്ളത്തിലും അല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പൊ പാർട്ടി നിൽക്കുന്നത്. കാരണം നമുക്ക് ആര്യാടന്റെ ഒരു കാലമായിരുന്നു കുറച്ച് വർഷങ്ങൾ, പിന്നീടാണ് അൻവറിലേക്ക് തിരിഞ്ഞത്. ഇപ്പൊ സാറ് നമ്മൾ നേരത്തെയുള്ള ചർച്ചകൾ ചെയ്തതുപോലെ ഒരുപക്ഷെ അൻവറിന് ഈ പിടിച്ചു കിട്ടിയിരിക്കുന്ന നിലമ്പൂര് കൈവിട്ടു പോകുമോ എന്നുള്ളൊരു ഭയമല്ലേ ഷൗക്കത്തിനെ നിർത്താത്തത്? ഇല്ല, ഈ നിലമ്പൂരിലെ ഇപ്പം അൻവർ 2700 വോട്ടിനാണ് 2021 വിജയിക്കുന്നത്. അത് ഇവർക്ക് മൊത്തത്തിലുണ്ടായിട്ടുള്ള ഒരു ചെറിയ തിരിച്ചടി ഉണ്ടായിരുന്നു. എന്നാൽ ഇവർ അധികാരത്തിൽ വന്നു 99 സീറ്റോടുകൂടി. പക്ഷേ ഇപ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ നിൽക്കുന്നുണ്ട്. അത് മുതലെടുക്കാൻ നോക്കണം കോൺഗ്രസ്. അതല്ലാതെ കോൺഗ്രസ് അവരുടേതായ വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാകും. അത് CPMന്റെ വിജയസാധ്യതയിലേക്കായിരിക്കും പോവുക എന്ന് പറയുന്നത്. ഇപ്പോൾ അൻവർ പറയുന്നത് ഇവിടെ BJPയും RSS CPM കൂട്ടുകെട്ടുണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അതിനിടയ്ക്ക് BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നുള്ള ഒരു പറച്ചിൽ കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല CPM ഇതുവരെ ആരെയാണ് നിർത്തുന്നതെന്നുള്ള ഒരു ഇതിലും വന്നിട്ടില്ല. കാരണം കോൺഗ്രസ് ആരെയാണ് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം വേണം CPMനെ നിർത്താൻ. ഇവരെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഒരു പക്ഷെ അതും ഒരു കളിയാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ അൻവർ ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ CPMന് അനുകൂലമായിട്ട് മറ്റാരെങ്കിലും CPM നിർത്താൻ സാധ്യതയുണ്ട്. അത് വീണ്ടും കോൺഗ്രസിന് ഒരു അടിയായിട്ട് വരത്തില്ലേ? അല്ല, ഇതിനകത്ത് പിന്നെ BJP സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുക അത് രാഷ്ട്രീയപരമായിട്ട് വലിയ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടും. അത് BJPക്ക് ദോഷമായിട്ട് മാറും. കാരണം എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതുമല്ല, BJP ഇപ്പോൾ 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ സമരവുമായിട്ട് രംഗത്ത് വരാൻ പോവുകയാണ്. അതിനിടയ്ക്ക് നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് രാഷ്ട്രീയമായി നേരിടേണ്ട കാര്യമാണ്. അവർ കഴിഞ്ഞ തവണ 8000-ലധികം വോട്ടും പിടിച്ചിടമാണ്. അത്രയും മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണയുള്ള ക്രൈസ്തവ സമുദായത്തിൻ്റെ പിന്തുണ BJPക്കുണ്ട് എന്ന് പറയുകയും നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിൽ അവർക്ക് അവിടെയുള്ള ക്രൈസ്തവരുടെ വോട്ട് മുഴുവൻ വോട്ടില്ലെങ്കിലും കുറച്ച് സമാഹരിക്കാൻ കഴിയും. കഴിഞ്ഞ തവണ 8000 വോട്ട് കിട്ടിയിരുന്നുവെങ്കിൽ ഇത്തവണ ഒരു 15000 വോട്ടിൽ എത്തിക്കാൻ അവർക്ക് കഴിയണം. അത്തരത്തിൽ പ്രവർത്തനം നടത്തിക്കൊണ്ട് സ്ഥാനാർത്ഥിയെ ഇറക്കണം. ഇപ്പൊ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തി, തിരുവല്ലാമലയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ഒരാളായിരുന്നു. പക്ഷെ വോട്ട് പിടിച്ചു, നന്നായി വോട്ട് പിടിച്ചു. ചേലക്കരയിലെ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറയുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ രാഷ്ട്രീയമായിട്ട് നീങ്ങാൻ കഴിയണം എന്നുള്ളതാണ്.
ഇതെല്ലാം അതാണ് ഞാൻ പറഞ്ഞത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ അൻവർ തന്നെ പറഞ്ഞു BJP RSS CPM ബന്ധം എന്ന് പറയുകയുണ്ടായി. ഇത് കോൺഗ്രസ് കയ്യിലിരിക്കുന്ന അവസരം കൊണ്ട് കളഞ്ഞു കുളിക്കാതിരുന്നാൽ മതി. ഇപ്പോൾ ഇവിടെ നിലമ്പൂരിൽ വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ UDF-ന് അത് ആ വിജയം അങ്ങോട്ട് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കും. കാരണം കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരം, പിണറായിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങിയ ആളാണ് PV അൻവർ. വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ 2026 വരെ MLA ആയിട്ട് തുടരാമായിരുന്നല്ലോ, ചെയ്തില്ല. ഇതെല്ലാം ഇട്ടെറിഞ്ഞു. പിണറായിയെ, പാർട്ടിയെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മേലെ ആണ് പല ആരോപണങ്ങളും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നത്. അതിനെയെല്ലാം വെല്ലുവിളിച്ചിട്ടാണ് പിന്നീട് MLA സ്ഥാനം രാജിവെച്ചത്. അപ്പോൾ ആ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, രാജിവെച്ച ഞാൻ എന്തുകൊണ്ടാണ് രാജിവെച്ചത്? അപ്പോൾ ഞാൻ പറയുന്നതനുസരിച്ച് തന്നെ ഉള്ള സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന് പറയുമ്പോൾ UDF-ന് അതിന് വഴങ്ങിക്കൊടുക്കാവുന്ന കാര്യമാണ്. കാരണം ഇപ്പോൾ ഇതിവിടെ അൻവറിന് കിട്ടുന്ന വിജയമാണെങ്കിലും അത് UDF-ന് ഒരു വലിയ മൈലേജ് ഉണ്ടാക്കുന്നതാണ്. അത് ഈ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. സണ്ണി ജോസഫ് വന്നതിന് ശേഷമുള്ള ആദ്യ ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള നീക്കം നടത്തിക്കൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഏതാണ്ട് ഒരു 25% വരുന്ന ക്രൈസ്തവ വോട്ടുകളുണ്ട്. അവർക്ക് അവിടെ സമാഹരിക്കാൻ കഴിയുമെന്ന് നോക്കണം. ക്രൈസ്തവ വോട്ടുകൾ മുഴുവൻ BJP-യിലേക്ക് പോയി എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് സണ്ണി ജോസഫിനെ അമരത്തേക്ക് കൊണ്ടുവന്നതെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നിലമ്പൂരിൽ വെച്ച് തന്നെ കാണട്ടെ. അതാണ് വേണ്ടത്. നിലമ്പൂർ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് നോക്കുമ്പോൾ കോൺഗ്രസിന്റെ കയ്യിലിരുന്ന മണ്ഡലമാണ്. ഈ അൻവറിലൂടെയാണ് CPM-ൽ എത്തിച്ചത്. ഇപ്പൊ അൻവറിലൂടെ തിരിച്ച് UDF-ൽ വരാൻ പോകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സാഹചര്യത്തിന് UDF വഴങ്ങിക്കൊടുക്കണം. അൻവർ പഴയ കോൺഗ്രസ്സുകാരനാണ്, അതും കൂടി ഓർത്തിരിക്കണം. അപ്പൊ അൻവർ അതിനുള്ള ഒരു സാഹചര്യം UDF-ന് അനുകൂലമായ ഒരു തരംഗം കേരളത്തിൽ ഉണ്ടാക്കാൻ സഹായിക്കുകയാണ്. അങ്ങനെ സഹായിക്കുന്നതിന് ഇപ്പൊ എന്തായാലും അൻവറിന് നിലമ്പൂരിൽ ഒരു ജനകീയ അടിത്തറ ഉണ്ട്. അദ്ദേഹത്തിന് എങ്ങനെയായാലും ഒരു 4000 വോട്ട് അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ തന്നെ സുഖമായിട്ടുണ്ടാകും. പിന്നെ കോൺഗ്രസിന്റെ പരമ്പരാഗതമായിട്ടുള്ള വോട്ട്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ UDF-ന് വിജയസാധ്യത, ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു വോട്ട് സാധ്യത ഇല്ല എന്നുള്ളതാണ്. ഷൗക്കത്തിന് ചില ഇടങ്ങളിൽ നിന്നൊക്കെ ചില എതിർപ്പ് നേരിടുന്നുണ്ട്. അതിപ്പം ജോയിക്കായാലും കാണും. അത് പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ടൊക്കെയാണ് പിന്നെ ഇവർ തമ്മിൽ അത്ര യോജിപ്പിലുള്ള നിൽക്കുന്നവരും അല്ല അൻവറും ഷൗക്കത്തുമായിട്ട്. ഇതൊക്കെ കൊണ്ടാണ് ആ ഒരു സൗന്ദര്യപ്പിണക്കമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് അങ്ങോട്ട് വഴങ്ങിക്കൊടുക്കുകയായിരിക്കും ഉചിതം. അതല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് തിരിച്ചടി ഉണ്ടാകും. ഇവർ പറയും UDF എന്താണെന്നറിയാം, കോൺഗ്രസ് ഇപ്പൊ കണക്ക് കൂട്ടുന്നതെന്നറിയാം. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന സീറ്റ് അല്ലല്ലോ, പിന്നെ അത് പോയാലും ഒന്നുമില്ലല്ലോ എന്നായിരിക്കും. ഇല്ല, ഇതൊരു നിർണായക തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഇപ്പൊ ഞാൻ പറയില്ലേ, ഈ ടെസ്റ്റ് ഡോസ് എന്നുള്ള രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത് നിർണായകമായിട്ടുള്ളതാണ്. 2026 മുന്നോടിയോട്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് കോൺഗ്രസിനെ ബാധിക്കും. ഇത് കേരളം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ഒരുപക്ഷെ നേരത്തെ ഇത്തരത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പുകളൊന്നും വലിയ പ്രാധാന്യമില്ലെങ്കിൽ നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഈ കോൺഗ്രസ് വഴങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ ഒരു നല്ല ഒരു വിജയത്തിലേക്ക് പോകാം. അത് പിന്നീടുള്ള ഒരു വിജയത്തിന്റെ സൂചന കൂടിയായിരിക്കും നിലമ്പൂരിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.